ഞാൻ സാധാരണ ശുശ്രൂഷിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മളൊരു യോഗത്തിൽ വന്ന് പങ്കെടുക്കുമ്പോൾ എന്തിനാണ് വന്നത്, ഒരു യോഗത്തിൽ പങ്കെടുത്താൽ എന്ത് സംഭവിക്കും, നമ്മളെവിടാണ് ഇരിക്കുന്നത്, ഈ വക ബോധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മുടെ പല യോഗങ്ങളിലും പലതും സംഭവിക്കാതെ പോകുന്നത് ദൈവപ്രവൃത്തി നടക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവം വരാത്തത് കൊണ്ടല്ല. നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിലേ ദൈവപ്രവൃത്തി നടക്കാനിടയാകുകയുള്ളൂ. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനകത്തുണ്ടാകേണ്ടത് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാകണം. സ്തോത്രം. നമ്മൾ ഇരിക്കുന്നത് ഒരു ചെറിയ ഹോളിനകത്താണെങ്കിൽ പോലും, നമ്മുടെ നാട്ടിൽ ദൈവനിയോഗത്തോടെ പണിയപ്പെട്ടിരിക്കുന്നൊരു ഹോളിനകത്താണെങ്കിൽ പോലും, നമ്മൾ ഒരുമിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇറങ്ങി വരുമെന്നാണ്. സ്തോത്രം. ദൈവം ഇവിടെ ഇറങ്ങി വരും. വചനം പ്രസംഗിക്കുന്നിടത്ത് കർത്താവ് വരുമെന്ന് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിച്ചാൽ ആ വാക്ക് വ്യക്തമായി കാണാൻ കഴിയും. 20-ാമത്തെ വാക്യം, മർക്കോസ് 16-ന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ആരാണ്? കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അടുത്ത വാക്ക് നിങ്ങൾ നോക്കിയേ. കർത്താവ് അവിടെ ഇരുന്ന് പ്രവർത്തിച്ചെന്നല്ല, അവരോട് കൂടെ എന്ന് പറഞ്ഞാൽ അവർ പ്രസംഗിച്ചവരെവിടാണോ അവരുടെ കൂടെ കർത്താവ് വന്ന് പ്രവർത്തിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഈ ഹോളിനകത്ത് കർത്താവ് വരുമെന്നല്ല, വന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് തുറന്ന് ഇരിക്കുന്നത് ഒരു ദൈവദാസന്റെ മുമ്പിലല്ല, മറിച്ച് ഇന്നിവിടെ യേശു വരും. പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, പാടാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവരുടെ മധ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ ആള് വരും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, അത് അംഗീകരിക്കുന്നതിൻ്റെ പ്രകടമായ അടയാളമാണ് ഈ പ്രതികരണം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ പ്രതികരണമാണ്. നമ്മൾ കരമുയർത്തിയോ, കരമടിച്ചോ, സ്തോത്രം പറഞ്ഞോ, അന്യഭാഷ പറഞ്ഞോ, ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചോ, ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. ഹല്ലേലൂയ. കർത്തൃസന്നിധിയിൽ അത് വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവം അത് ചെയ്യാനിടയായിത്തീരും. പ്രധാനമായും നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനതൊന്ന് പറഞ്ഞിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുറിവാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തത്, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്, നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടിയാൽ ആദ്യത്തെ കാര്യം ദൈവത്തിന് കൊടുക്കുക എന്നതാണ്. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വോത്രകാഴ്ചയാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും എല്ലാവരും സ്വോത്രം പറയായിരുന്നു. പറഞ്ഞവരും പതുക്കെ പറഞ്ഞത് സ്വോത്രകാഴ്ചയല്ല പറഞ്ഞത്. ബൈബിളിലൊരു വാക്യമുണ്ട്: ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. നമ്മൾ 4 പേര് ഒരുമിച്ച് കൂടിയാൽ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കണം. ഇത്രയും പേര് ഒരുമിച്ച് ഇത്രയും നേരം പാടിയത്, ഇത്രയും നേരം സ്തോത്രം ചെയ്തത്, ചിലപ്പോൾ കർത്തൃദാസന്മാരായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ ആവശ്യപ്പെടുന്നതിൻ്റെ പുറകിലെ രഹസ്യം എന്താണെന്നറിയാമോ? നമ്മൾ വന്നത് എന്തെങ്കിലും ദൈവത്തെ ഇങ്ങോട്ട് മേടിക്കാനല്ല, മറിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. ആദ്യം നമ്മുടെ റോള്, ഒരു യോഗത്തിൽ പങ്കെടുത്താൽ, ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്താൽ, ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. 29-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിലായിരിക്കും ആ വാക്യമെന്നാണ് എൻ്റെ ഓർമ്മ. 29-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് ആ വാക്യം എഴുതിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാമോ? വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ വാക്യം വരുന്നെങ്കിലും ഒന്ന് വായിക്കാം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. സ്തോത്രം. അതൊരു അത്ഭുതകരമായ വാക്യമാണ്. ആ വാക്യത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ വാക്യത്തിൻ്റെ പ്രത്യേകത എല്ലാവരോടും കൊടുക്കാൻ പറഞ്ഞില്ല. പറഞ്ഞോ? ലോകത്തിൽ 850 കോടി ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. 850 കോടി ആളുകൾ. സർക്കാർ ടാക്സ് പിരിക്കുന്നത് പോലെ എല്ലാവരോടും ഈ രാജ്യത്ത് പാർക്കുന്ന എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം ആവശ്യപ്പെട്ടോ? ദൈവത്തിൻ്റെ ഭൂമിയിൽ വസിക്കുന്ന ആരാണെങ്കിലും മഹത്വം കൊടുത്തെങ്കിലേ നാളെ മുതൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞോ? ഇല്ല. അവിടെ ഒരു വാക്കെഴുതിയിട്ടുണ്ട്. പിന്നെ ആര് കൊടുക്കണം? ദൈവപുത്രന്മാര് കൊടുക്കണം.
നീ ഇന്ന് പറയണം, എൻ്റെ വീട്ടിൽ ആരും മഹത്വം കൊടുത്തില്ലെങ്കിലും പുത്രന്റെ ചോരയാൽ എന്നെ വീണ്ടെടുത്തത് കൊണ്ട്, ഞാൻ ദൈവത്തിന്റെ മകളായതുകൊണ്ട്, മകനായതുകൊണ്ട്, ആരൊക്കെ എൻ്റെ വാ പൊത്തിയാലും, ആരൊക്കെ എന്നെ വഴി അടച്ചാലും, എന്തൊക്കെ എന്നെ ഏതൊക്കെ നിലവാരത്തിൽ ഡിപ്രസ്ഡ് ആക്കിയാലും, എൻ്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും. കാരണം എൻ്റെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവപുത്രന്മാരെ ആ വാക്കുകളൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ മറ്റൊരു ഭൂതമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഞാനൊരു ആമുഖം പറഞ്ഞ് വേഗത്തിലെ വാക്യത്തിലേക്ക് കടക്കാം. അപ്പൊ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. എന്തു കൊടുക്കാനാ പറഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ്. യഹോവയ്ക്ക് സ്തോത്രം, മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. മഹത്വം കൊടുപ്പി എന്ന് പറഞ്ഞപ്പോൾ അറിയില്ലെങ്കിലും നമുക്ക് പരിചയമുണ്ടല്ലേ. മഹത്വം കൊടുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമുക്ക് അറിയാമല്ല. മഹത്വം കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അല്ലേലും അറിയായിരിക്കും, മഹത്വം കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്വോത്രം പറയായിരിക്കും. എന്നാലും അത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ. പക്ഷെ യഹോവയ്ക്ക് ശക്തി കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്താ? കണ്ണ് മേടിച്ചു പോകും. ഇതൊന്നും അങ്ങനെ ചിന്തിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ആരാണ്ട് എഴുതി വെച്ചു നമുക്കെന്നാ ജേതം എന്ന് പറഞ്ഞിരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ ചിന്തിക്കുന്നവന് ഇത് വലിയ കാര്യമാണ്. എന്താ പറഞ്ഞത്? യഹോവയ്ക്ക് ശക്തി കൊടുപ്പാൻ. ഈ കാണുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനും തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്ര ഗാലക്സികളെ വഹിക്കുന്നവനെന്നാണ് എബ്രായ ലേഖനം 1:3 എഴുതിയിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച്. അപ്പൊ അത്ര ശക്തിയുള്ളവനായ ദൈവത്തിന് സ്തോത്രം, കേരളത്തിലെ ഒരു കൊച്ചു വീട്ടിൽ ജനിച്ച, ശ്വാസം വലിക്കുമ്പോൾ പോലും ആസ്മയുള്ള, വേദനയുള്ള ഞാൻ എന്നാ ശക്തി കൊടുക്കാനാ? നിങ്ങളങ്ങനെ ചിന്തിക്കാറുണ്ടോ? സ്തോത്രം, ഞാൻ എന്നാ ശക്തി കൊടുക്കാതെ, ഞാൻ കിട്ടുമെങ്കിൽ ഇങ്ങോട്ട് മേടിക്കാൻ വന്നവനാ അല്ലേ? സ്തോത്രം, ഇന്ന് കിട്ടുമെങ്കിൽ ഇങ്ങോട്ട് മേടിക്കാൻ വന്നവനാ. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഒരു സങ്കീർത്തനത്തിൻ്റെ അനുഭവ പരിചയമുള്ളൊരു മനുഷ്യൻ പറയുകയാണ്, വെല്ലം കിട്ടണമെങ്കിൽ ആദ്യം അങ്ങോട്ട് കൊടുക്കണമെന്ന്. സ്തോത്രം, ദൈവസന്നിധി ഒരു എക്സ്ചേഞ്ച് സ്ഥലമാണ്. സ്തോത്രം, മനസ്സിലായോ? ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചവർ ലോകത്തിലുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയവർ ഈ വേദപുസ്തകത്തിലുണ്ടെങ്കിൽ, അവരാദ്യം അങ്ങോട്ട് കൊടുത്തു, എന്നിട്ടാണ് അവർക്ക് ഇങ്ങോട്ട് കിട്ടിയത്. ഹല്ലേലൂയ. റികാബല ശംദരാദര എന്നോട് കർത്താവ് പറയുന്നു, പല നന്മകൾ വാതുക്കെ വന്ന് നിൽക്കുകയാണ്. അതിനൊരു വചന വെളിപ്പാടും എൻ്റെ അകത്ത് തരുന്നുണ്ട്. നിങ്ങളൊന്ന് തയ്യാറായാൽ ഇന്ന് 10ാം ദിവസം ദൈവം അത് തന്നെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂത് സ്വർഗ്ഗം എൻ്റെ അധരത്തിൽ തരുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. വേദപുസ്തകത്തിൽ ഞാൻ കണ്ടത് ചുമ്മാ മുക്കി വെച്ച വെള്ളം കോരി കുടിക്കുന്നത് പോലെ കോരി കുടിച്ച് ജയിച്ച ആരും ഈ പുസ്തകത്തിലില്ല. ഉണ്ടോ? ഇല്ല. സ്തോത്രം. പിന്നെ കർത്താവ് മര്യാദയ്ക്ക് വന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക. അപ്പം ഞാൻ പറയാം, ലോകരക്ഷകനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആളാണ് അമ്മ മറിയ. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ദൂതൻ വന്ന് പറയുക, എല്ലാം സെറ്റപ്പാണ്. ദൂതൻ വന്ന് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ, ഇങ്ങനൊരു ചാൻസ് ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഉപദേശിമാരോട് പറയും, തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വർക്കിനുള്ള സാധ്യതയുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ വന്നെടുക്കാൻ പറഞ്ഞ പോലെയാണ് മറിയോട് പറഞ്ഞത്. ഇങ്ങനൊരു ചാൻസ് ഉണ്ട്, സ്തോത്രം, യേശുവിനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കാൻ പോവാ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നാൽ ഒരപേക്ഷ എഴുതരാനാണ് പറഞ്ഞത്. അല്ല, ആ വർത്താനം നിങ്ങൾ കേട്ടായിരുന്നോ? നിന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്, നിനക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്, കർത്താവ് നിന്റെ കൂടെ വരാൻ ഇഷ്ടപ്പെടുന്നതല്ല, കർത്താവ് നിന്നോട് കൂടാനാ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടാനാ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു നിന്നിട്ടും യേശു ഉള്ളിൽ വരുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ ലാസ്റ്റ് വാക്ക് എന്നാന്നറിയാമോ? ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ കല്യാണം ഉറച്ചിരിക്കുന്ന മറിയ അവളെ തന്നെ കർത്താവിന് കൊടുത്തിട്ട് പറഞ്ഞു, ബിഹോൾഡ് ഐ ആം, ഞാൻ ദേ, അങ്ങനെ ഇഷ്ടം പോലെ എന്നെ ചെയ്തോ എന്ന് പറഞ്ഞ സെക്കൻഡിൽ ദൂതൻ അപ്രത്യക്ഷനായി.
നിങ്ങളെ വാക്യം വായിച്ച് എന്നോട് കർത്താവ് അങ്ങനെ എന്ന് പറഞ്ഞു. വേറൊരു പ്രസംഗം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ സഭയിൽ നിൽക്കുമ്പോഴെല്ലാം ഇന്നാളും എനിക്ക് ഇത് തന്നെ പറ്റി, ഇന്നും അങ്ങനെ തന്നെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ പ്രസംഗം കൊണ്ടാണ് വന്നത്. പക്ഷേ അവിടുന്ന് ആമുഖം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അതങ്ങ് ദൂതായി. സ്തോത്രം. പിന്നെ എനിക്ക് ഉണ്ടെന്ന പ്രസംഗം പൂർണ്ണമായിട്ട് പറയാം, അതുപോലെ തികച്ചു പോയി. എന്നാലും വേണ്ടില്ല, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. സ്തോത്രം. എൻ്റെ ഇഷ്ടമല്ലല്ലോ വേണ്ടത്. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ നോക്കിയേ, 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? 38-ാം വാക്യം. അതിന് മറിയ ഇതാ, അത് 1-ാം അധ്യായം കേട്ടോ, ലൂക്കോസ് 1-ാം അധ്യായം 38-ാം വാക്യം, 1-ാം അധ്യായം 38-ാം വാക്യം, 1:38. അതിന് മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്തത്, ദൂതൻ അവളെ വിട്ടുപോയി. അത്രയും നേരം ദൂതൻ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുക. ദൂതൻ പോയല്ല, ദൂത് പറഞ്ഞിട്ട് ദൂതൻ പോയില്ല. ദൂതൻ പോകാതെ നിൽക്കുക. ദൂതൻ പോയത് എപ്പോഴാണെന്നറിയാമോ? മറിയ പറഞ്ഞു, ഞാൻ എന്നെ നിനക്ക് തരികയാണ്, ഇതാ ഞാൻ നിന്റെ ദാസി എന്ന് പറഞ്ഞ് മറിയ ദൈവത്തിനും മറിയെ കൊടുത്തു. അങ്ങോട്ട് കൊടുത്തെന്ന് കണ്ടപ്പോൾ ഫോൺ നമ്പർ പോലും കൊടുക്കാതെ ദൂതം പോയി. സ്തോത്രം. ദൂതം പോയി. ആ സെക്കൻഡിൽ മറിയയുടെ ഉള്ളിൽ യേശു ഉരുവായി. എങ്ങനെ അറിയാം? അടുത്ത പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു. അടുത്ത കൊല്ലം എഴുന്നേറ്റെന്നല്ല, മനസ്സിലായോ? ആ നാളുകൾ എന്ന് പറഞ്ഞത് ദ സെയിം ഡേയ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ തന്നെ. സ്തോത്രം. മനസ്സിലായോ? അടുത്ത സീസണിലല്ല, 6 മാസം കഴിഞ്ഞിട്ടല്ല, 1 കൊല്ലം കഴിഞ്ഞിട്ടല്ല, ദ സെയിം ടൈം. ആ സമയത്ത് തന്നെ മറിയ എഴുന്നേറ്റു. എലിസബത്തിന്റെ വീട്ടിലേക്ക് പോകുക. എലിസബത്തിന്റെ വീട്, മറിയയുടെ വീട് ഡൽഹിയിൽ, എലിസബത്തിന്റെ വീട് മറിയയുടെ വീട് തിരുവനന്തപുരത്ത്, എലിസബത്തിന്റെ വീട് ഡൽഹിയിലും അല്ല. നടന്നു പോകാൻ KK എക്സ്പ്രസിന് പോയാലും 3-ാം ദിവസം ചെല്ലുള്ളൂ. പക്ഷേ സ്തോത്രം, ഇവരുടെ വീടെന്ന് പറയുന്നത് ഓട്ടോ വിളിച്ചു പോകേണ്ട ദൂരമല്ല. മറിയ നടന്ന മലനാട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും എലിസബത്ത് മറിയോട് പറയുകയാണ്, സ്തോത്രം, മറിയോട് പറയുന്ന വാക്കാണ് അടുത്ത അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കേട്ടപ്പോൾ പിള്ളഗർഭ എലിസബത്ത് പരിശുദ്ധ നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. 42-ാം വാക്യം, നിന്റെ ഗർഭഫലവും. അപ്പോൾ ഗർഭാകത്തുണ്ടോ? ഗർഭാകത്തുണ്ടോ ചോദിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, പച്ചക്കങ്ങ് ചോദിച്ചെന്നുള്ളൂ. ഉണ്ടോ? എത്ര ദിവസം കഴിഞ്ഞു? 3 മാസം കഴിഞ്ഞോ? ഇല്ല. ആ സെയിം ഡേയ്സ്. അതിനർത്ഥം മറിയെ അങ്ങോട്ട് കൊടുത്തു, ദ സെക്കൻഡിനകത്ത് യേശുവിനെ ഇങ്ങോട്ട് കിട്ടി. അങ്ങോട്ട് കൊടുക്കാതെ ആരും ഈ മാർഗത്തിൽ ഒന്നും ഇങ്ങോട്ട് മേടിച്ചിട്ടില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, നീ നിന്നെ തന്നെ കൊടുത്താൽ നിനക്കിങ്ങോട്ട് കിട്ടാൻ പോകുന്ന എന്താണെന്നറിയാമോ? നിന്റെ ജീവിതം മാറ്റുന്ന, നിന്റെ അടിമുടി മാറ്റുന്ന, നിന്റെ അഡ്രസ്സ് മാറ്റുന്ന, നിന്റെ ജീവിതത്തിന്റെ കുടുംബപരമായിരിക്കുന്ന സകല പരാജയങ്ങളും മാറ്റുന്ന എന്തോ ദൈവം കരുതി വെച്ചിട്ടാണ് ഈ ആമുഖ വാചകങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം പറയുന്ന വാക്ക് കേക്ക്, മടിച്ചിരിക്കരുത്. അങ്ങോട്ട് മഹത്വം കൊടുത്താൽ, അങ്ങോട്ട് ശക്തി കൊടുത്താൽ, ഹല്ലേലൂയ, ഗ്ലോറി ബാശമനാദരചസ്യ, ഹല്ലേലൂയ, നമുക്കുള്ള പവർ അത് അങ്ങോട്ട് കൊടുക്കുക. അങ്ങോട്ട് കൊടുത്താൽ പോരാ. നേരത്തെ എന്ത് കിട്ടുമെന്ന് അറിയാമോ? 29-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം നോക്കി. 29-ാം സങ്കീർത്തനം ശക്തി അങ്ങ് കൊടുക്കാൻ പറഞ്ഞ്. എൻ്റെ അവസാനത്തെ വാക്യം എത്രാം വാക്യം ഞാനത് നോക്കി പോലുമില്ല, പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ദൈവം തെളിയിച്ചു തരുന്നതാണ്. 29-ന്റെ അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? ശക്തി നൽകും. നോക്കണം എന്താ എഴുതിയിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ പറയുന്നു, നീ യോഗത്തിന് വരുമ്പോൾ അങ്ങോട്ട് കൊടുക്ക്. എന്താ അങ്ങോട്ട് കൊടുക്കണ്ടേ? ശക്തി അങ്ങോട്ട് കൊടുക്ക. അങ്ങോട്ട് കൊടുത്താൽ നീ യോഗം കഴിഞ്ഞ് പോകാൻ നേരത്ത്, അഥവാ ഈ അവസാനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ പോകാൻ നേരത്ത് സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്യും? യഹോവ തന്റെ ജനത്തിന്. നമ്മൾ മഴയുള്ള കാലത്ത് യോഗത്തിന് വരുമ്പോൾ കുടയും കൊണ്ട് വരും, എന്നിട്ട് പുറത്ത് വെച്ചിട്ട് വരും. യോഗം കഴിയുമ്പോൾ പോകാൻ നേരത്ത് ആ കുട എടുത്തുകൊണ്ട് പോകും. അല്ല വല്ലവരുടെയും കുട എടുത്തുകൊണ്ട് പോകും? ഇല്ല. സ്തോത്രം. നീ കൊണ്ടുവന്നത് വല്യപ്പച്ചൻ ചൂടിക്കൊണ്ട് കിടന്ന പഴയ
കമ്പി ഒടിഞ്ഞ കുട തിരിച്ചു പോകുമ്പോൾ നോക്കി വെച്ചിരിക്കുക, ആരാണ് കഴിഞ്ഞ ആഴ്ച മേടിച്ച കുട. അങ്ങനെ കൊണ്ടുപോകുന്നൊരു ഇവിടെ ഉണ്ടോ? ഇല്ല. തിരുവല്ലയിലും ഇല്ല. ചിലരുണ്ട് ബ്ലേഡ് പോലത്തെ ചെരുപ്പിട്ടുകൊണ്ട് വരും, യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ആദ്യം ഇറങ്ങും, എന്നിട്ട് നല്ല ചെരുപ്പ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് അത് നിർത്തിയേക്കണം. സ്തോത്രം. തിരുവല്ലയിലും ഇല്ല. എല്ലാം പറയിപ്പിക്കുക ദൈവം. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഒന്നും പിടിച്ചു വെക്കാതെ കരമടിച്ചപ്പോൾ, പാട്ട് പാടിയപ്പോൾ, സഹോദരന്മാർ ഇവിടെ നിന്ന് ശബ്ദമുയർത്തി പാടിയപ്പോൾ അവരുടെ കൊരണവള്ളി പൊട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൈ ചൊറിയല്ല, പിന്നെയോ സ്തോത്രം ഹല്ലേലൂയ ചേർന്ന് കഴിവിൻ്റെ പരമാവധി ശക്തിയോടെ ദൈവത്തിന് അങ്ങോട്ട് ശക്തി കൊടുത്താൽ തിരിച്ചു പോകാൻ നേരത്ത് സ്വർഗത്തിലെ ദൈവം നീ ഇങ്ങോട്ട് കൊടുത്ത ശക്തിയല്ല, ദൈവം ദൈവത്തിന്റെ ശക്തി തന്നു വിടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയ്ക്കൊക്കെ ജനത്തോട് വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയണം. സ്തോത്രം. എന്താ കാര്യം? സ്തോത്രം. ഞാനിത് പറയുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അവരെ ഓർപ്പിക്കണം. ഒരവസരം കിട്ടിയാൽ ആളുകൾക്കറിയില്ല. ചുമ്മാ പാടിക്കാന്നല്ല, നമുക്കൊരു താളായിട്ട് തരാനല്ല. നീ പാട്ടെ, നീ ഇവിടെ വന്നിരുന്ന 1 മണിക്കൂർ ഇവിടുത്തെ ആരാധനയിൽ 1.5 മണിക്കൂർ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ പനിയായിരിക്കാം, ക്ഷീണമായിരിക്കാം, പക്ഷെ കഴിവിൻ്റെ പരമാവധി കൂടെ നിന്ന് അങ്ങോട്ട് ശക്തി കൊടുത്താൽ യോഗം തീരുമ്പോൾ പോകാൻ നേരത്ത് അവൻ ശക്തി ഇങ്ങോട്ട് തന്നു വിടും. അത് ഏത് ശക്തിയാണെന്നറിയാമോ? നീ അങ്ങോട്ട് കൊടുത്ത സ്തോത്രം നിന്റെ പഴയ ശക്തിയല്ല, പിന്നെ അന്ധകാര ശക്തികളെ ഒതുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി നിനക്ക് കിട്ടണമെങ്കിൽ നീ ആദ്യം അങ്ങോട്ട് കൊടുക്ക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാം അങ്ങനെയാണ്. നീ എൻ്റെ പ്രസംഗ വിഷയം അതല്ല, എല്ലാം അങ്ങനെയാ. ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ ദൈവം എന്താ എഴുതിയത്? എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകാൻ വേണ്ടി നീ അങ്ങോട്ട് കൊടുക്ക്. ദശാംശം അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളെല്ലാം അങ്ങോട്ട് കൂട്ടി വയ്ക്കാന്നാണ്. അല്ല, നിനക്ക് ഇങ്ങോട്ട് കിളിവാതിൽ തുറന്നു തരും. അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ടൊന്നും ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടിട്ടില്ല. സ്തോത്രം. ആരൊക്കെ അങ്ങോട്ട് കൊടുത്തോ അവരെയെല്ലാം ദൈവം നിറച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിൽ ആദ്യം പറയുന്ന പുറകിരിക്കുന്ന അമ്മമാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ഉറങ്ങിയിരിക്കരുത് ഒരു നിമിഷം പോലും. അങ്ങോട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താൽ, സ്തോത്രം, മഹത്വം കൊടുത്താൽ സ്വർഗസ്ഥനായ ദൈവം തിരിച്ചു പോകുമ്പോൾ നിന്റെ കൂടെ അങ്ങ് വരും. എവിടെ വാക്യം കാണിച്ചു തരാം. ഈ വാക്യങ്ങളെല്ലാം ബൈബിളിനകത്തുണ്ട്. സ്തോത്രം ചെയ്തു അങ്ങോട്ട് കൊടുക്കാവുന്നതിന് പരമാവധി വചനം കേൾക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങോട്ട് മഹത്വം കൊടുത്താൽ എന്താ ഗുണം എന്ന് ഞാൻ പറയാം. 42-ാം അധ്യായം യെശയ്യാ പ്രവചനം 11 മുതൽ താഴേക്ക്. 42-ാം അധ്യായം യെശയ്യാ പ്രവചനം 11 മുതൽ താഴേക്ക് നോക്കി എന്താ എഴുതിയിരിക്കുന്നത്? മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ, ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. ഇതൊരാഹ്വാനമാണ്. പ്രവാചക ഭാഷയാണ്. വേദപുസ്തകത്തിന്റെ പ്രൊഫറ്റിക്കൽ ടോൺ നമുക്ക് മനസ്സിലാക്കണം. പ്രവാചകന്മാർ വർത്തമാനം പറയുന്നത് സ്തോത്രം ഒരു സ്പിരിച്വൽ ലാംഗ്വേജിലായിരിക്കും, ആത്മീക ഭാഷയിലായിരിക്കും. സ്തോത്രം. അപ്പം അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് എടുക്കണം. സ്തോത്രം. മനസ്സിലായോ? ഇപ്പം ഈ വാക്കുകളെല്ലാം ഭംഗി വാക്കുകളല്ല, ഈ വാക്കുകളെല്ലാം പ്രവാചക ഭാഷയാണ്. ഇതിനെല്ലാം വ്യാഖ്യാനമുണ്ട്. പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പ്രവാചക ദൂതിനകത്ത് അതിനെല്ലാത്തിനകത്തും മറ നീങ്ങി പൊരുൾ വെളിപ്പെടാനുണ്ടാവും. ഉണ്ട് പ്രവചന പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനം ആവശ്യമായി വരുന്നത്. ഇപ്പം ഇവിടെ തന്നെ നോക്ക്, ആരോടായി പറയുന്നത്? മരുഭൂമി, സോദര എല്ലാ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ. അടുത്ത ഒരൊറ്റ പദം മാത്രം, ഞാൻ പരിചിതമായിരിക്കുന്ന പദം മാത്രം നമുക്കൊന്ന് മറ നീക്കി നോക്കാം. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത പദമാണ് ശൈലനിവാസികൾ. 11-ാം വാക്യത്തിനകത്തുണ്ട് ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും അവരുടെ മലയുടെ മോളിൽ കയറി ആർക്കുകയും ചെയ്യട്ടെ. അവര് യഹോവയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാരോടും മഹത്വം കൊടുക്കാൻ പറയുന്നില്ല.
ദൈവം സെലക്റ്റീവായി ചിലരെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന ശൈലനിവാസികൾ അവരാ മലയുടെ മോളിൽ കയറി നിന്ന് മലമുകളിൽ നിന്ന് യഹോവയ്ക്ക് മഹത്വം കൊടുക്കട്ടെ. സ്തോത്രം. ശൈലനിവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ഡ്വൽ ഇൻ ദ റോക്ക്, പാറയിൽ പാർക്കുന്നവർ എന്ന് പറയുമ്പോൾ വേദപുസ്തക പരിചയമുള്ളവർക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും ആ ചിത്രം. പാറയിൽ പാർക്കുന്നവർ. ആരാ പാറയിൽ പാർക്കുന്നവർ? സ്തോത്രം, സ്തോത്രം. സദൃശ്യവാക്യത്തിൻ്റെ വാക്യം മനസ്സിൽ വരുന്നെങ്കിൽ കുഴിമുതലാന്ന് പറയും. കുഴിമുതലിൻ്റെ കാര്യമല്ലല്ലോ എന്നിവിടെ പറയുന്നത്, നമ്മുടെ കാര്യമല്ലേ പറയുന്നത്. സ്തോത്രം. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, 40-ാം സങ്കീർത്തനത്തിനകത്ത്, ഞാൻ പാപിയായിരുന്ന കാലത്ത്, യഹോവയ്ക്കായി കാത്തിരുന്ന കാലത്ത്, സ്തോത്രം, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ ഒരു കയറിട്ട് തന്ന് വലിച്ചു കയറ്റിയിട്ട്, സ്തോത്രം, തലയ്ക്കൊട്ടൊരു തട്ട് തന്നിട്ട് പോടാ എന്നും പറഞ്ഞ് വിട്ടുന്നല്ല. അങ്ങനെ വിട്ടോ? അങ്ങനെ വിടാനല്ല നമ്മളെ കുഴിന്ന് കയറ്റിയത്. നിന്നെ ദൈവം കുഴിന്ന് കയറ്റിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ വണ്ടി വിളിച്ച് വിടിയല്ല. എൻ്റെ കർത്താവ് കുഴിന്ന് കയറ്റിയവരെയല്ല. അടുത്ത വാചകം ഇങ്ങനെയാണ്, അവൻ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ അവിടെ വസിപ്പിച്ചു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യ്. ആരാണ് ശൈലനിവാസികൾ? ആരാണ് പാറയിൽ പാർക്കുന്നവർ? സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ ആരാ? എൻ്റെ വചനം കേട്ട് ചെയ്തവൻ. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗം വിളിക്കുന്ന പേരാണ് പാറയിൽ പാർക്കുന്നവർ. ഹല്ലേലൂയ. പാറയിൽ പാർക്കുന്നവർ. സ്തോത്രം. മനസ്സിലായോ? ഈ പ്രദേശം കാഞ്ഞിരംകുളം, കോവളം, തിരുവനന്തപുരത്തിൻ്റെ പശ്ചിമ പ്രദേശങ്ങളെല്ലാം കടൽ തീരമാണെന്നറിയാം. നിങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് പോലെ മണലാന്നറിയാം. സ്തോത്രം. ഭൂമിശാസ്ത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ ആത്മീകമാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് ഇവിടെ യോഗത്തിന് വന്നിട്ട് ചുമ്മാ പുറകിൽ വന്നിരിക്കുകയല്ല, കേട്ട വചനം വിശ്വസിച്ച് അത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പാറമേൽ വീട് വെക്കാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷമായി 10 വർഷമായി നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഞാനൊരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് മാറി എന്നല്ല? ഇച്ചിരൂടെ പച്ചയ്ക്ക് പറയുക, പണ്ട് ഞാൻ CSC ആയിരുന്നു, ഇപ്പോൾ ഞാൻ സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനൊരു സഭയിലേക്ക് റാഫയിലേക്ക് മാറി എന്നല്ല. പണ്ട് ഞാൻ ഹിന്ദു ആയിരുന്നു, ഇപ്പോൾ ഇവിടേക്ക് മാറി എന്നല്ല. പിന്നെ എന്താ പറയേണ്ടത്? അവിടെ എഴുതിയിരിക്കുന്നത്, പണ്ട് ഞാൻ വെറും മണലിൽ കിടന്നവനാണ്, ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ പാറമേൽ അടിസ്ഥാനമിട്ട് പാർക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. Glory to Jesus. ആ വ്യാഖ്യാനം മനസ്സിലായ ദൈവമക്കൾ, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അവരിന്ന് പകരക്കാല സ്തോത്രത്തോടെ പറ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാലത്ത് എന്ത് ചെയ്താലും അടി ഉറക്കില്ലായിരുന്നു, കാരണം നിന്റെ അടിസ്ഥാനം ശരിയല്ലായിരുന്നു, നിന്റെ ഫൗണ്ടേഷൻ ശരിയല്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കിട്ടിയപ്പോൾ, സത്യസഭയ്ക്കകത്ത് വന്നപ്പോൾ, സ്വർഗം നിന്റെ അടിസ്ഥാനം ശരിയാക്കിക്കൊണ്ട് പണി ആരംഭിച്ചത്. അതാ ദൈവത്തിന്റെ പണിയുടെ പ്രത്യേകത. ഹല്ലേലൂയ. ദൈവത്തിന്റെ പണിയുടെ പ്രത്യേകത അതാണ്. പാറയിൽ പാർക്കുന്നവർ, ഇതിനകത്തിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇത് യെശയ്യാ പ്രവാചകൻ പണ്ടെങ്ങോ പറഞ്ഞു വെച്ചിരുന്ന ആരുടെയോ കഥയല്ല, ഇതൊരു പ്രവചനമാണ്, പ്രവചന ഭാഷയായിരുന്നു. അത് ഇന്ന് ഈ പുൽപ്പിറ്റിനകത്ത് വചനം വ്യാഖ്യാനിക്കുമ്പോൾ ആരെ കുറിച്ച് പറഞ്ഞതല്ല, ആ കക്ഷി ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നീ ആരാന്ന് അറിഞ്ഞിട്ട് വേണം വചനം കേൾക്കാൻ. നീ ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്ന അറിഞ്ഞിട്ട് വേണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ പകുതി ദിവസങ്ങൾ പിന്നിടുന്നു, ബാക്കി ദിവസങ്ങൾ തിരുസന്നിധിയിൽ ഇരിക്കാൻ നീ എവിടെ എത്തിയെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാ പാറയിൽ പാർക്കുന്നവർ. അവരോടാ ദൈവം പറഞ്ഞത്, ശൈലനിവാസികൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നിന്നെ പാറയിൽ നിർത്തിയ ദൈവം, നീ ഒരു കാലത്തും കുഴഞ്ഞ ചേറ്റിൽ കടന്ന് നീ കാല് പറച്ച് ചവിട്ടുമ്പോഴെല്ലാം താണു പോയി ഒരിക്കലും പൊങ്ങി വരാതിരിക്കത്തക്ക രീതിയിൽ ശത്രു നിന്നെ കുഴി കൊണ്ടിട്ടപ്പോൾ എന്റെ ദൈവം തന്റെ ദാസന്മാരെ പറഞ്ഞയച്ച് തന്റെ വചനം തന്ന് പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ എന്നെ പാർപ്പിച്ചതോർത്ത് എത്ര ദൈവമക്കൾ നന്ദിയോടെ ഇരിപ്പിടം മറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കും.
കൃപാരാബ ശന്തരാഡലക്ഷസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടിയ ചരിത്രമേ ബൈബിളിനകത്തുള്ളൂ. ദൈവം ആർക്കും കടക്കാരനല്ല. നീ ഒരു സ്തോത്രം മാന്യമായി പറഞ്ഞാൽ എൻ്റെ ദൈവം നിന്നെ അതിന് തക്കവണ്ണം മാനിക്കും. നിനക്ക് ഇവിടെ വന്ന് മൗനമായി ഇരുന്നിട്ട് പോകാം. സ്തോത്രം. ഒരു ഇൻസ്പെക്ടറെ പോലെ ഇതെല്ലാം കണ്ടും കേട്ടിട്ട് കുറ്റം പറഞ്ഞിട്ട് പോകാം. അതല്ല, പണി മാറ്റി വെച്ചിട്ട് ഇന്ന് പകൽക്കാലം അങ്ങോട്ട് കൊടുക്കാൻ, ഈ 21 ദിവസങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ആര് മനസ്സ് വെക്കുന്നു? 21 കഴിയുമ്പോൾ നിനക്ക് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങും. പോരാ, 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 പോരാ. നിങ്ങൾ കാര്യം തിരിച്ചറിഞ്ഞ് അതീവ ഗൗരവത്തോടെ അത്യന്ത ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. ദൈവത്തിന്റെ വചനം അത് പറയുന്നു. തിരുവനന്തപുരംകാരെല്ലാവരും അത് ചെയ്യണമെന്ന് എൻ്റെ മുമ്പിൽ തുറന്നു വെച്ച വേദപുസ്തകം ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഞാൻ വിളിച്ചോണ്ട് വന്ന് പാറമേൽ പാർപ്പിച്ചവർ അവര് മറക്കരുത്. അവര് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അവര് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ആ വാക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. അപ്പോൾ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും. അവൻ ആർത്ത് വിളിക്കും ഉച്ചത്തിൽ, ആർക്കുമെൻ. നിന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു. ഇപ്പോഴും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ. സ്തോത്രം. 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ വിവേചിച്ചെടുക്കാം, പക്ഷെ അതിപ്രധാനമായ 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ശൈലനിവാസികൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, നിങ്ങളെ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ 3 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, യഹോവ ഒരു വീരനായി മാറുന്നു, ഒരു യോദ്ധാവായി മാറുന്നു, നോവ് കിട്ടിയ സ്ത്രീയെ പോലെയായി മാറുന്നു. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ ദൈവത്തെ തന്നെ, ഇവിടെ ഇരുന്ന് ഒരു കൂട്ടം ആളുകൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കപ്പലുടെയും കുറിച്ചുകൊണ്ട് സ്തോത്രം അങ്ങ് സ്വർഗത്തിലിരിക്കാന്ന് വിചാരിക്കരുത്. എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാം, ഈ വാക്യം വെച്ചോണ്ട് കേട്ടോളണേ. ചുമ്മാ സ്തോത്രം എണ്ണിപ്പിറക്കി കണ്ണുനീരോടുകൂടെ ഒരു യാചകനെ പോലെ ദൈവത്തിൻ്റെ അടുക്ക് പോയി നിന്ന് എണ്ണിപ്പെറുക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ വേദനയുടെ നടുവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ തോറ്റിട്ടില്ലെന്ന് ശത്രു കാണട്ടെ. നിന്റെ വായടപ്പിക്കാനും നിന്നെ ഒതുക്കിയിരുത്താനും ഈ യോഗത്തിൽ വന്നിരുന്നാലും നീ ഒരു സ്തോത്രം പോലും പറയാതിരിക്കാനും ആ വിധത്തിൽ നിന്റെ ജീവിതത്തെ കുനിച്ചു നിർത്താൻ ശത്രു നോക്കുമ്പോൾ നീ അതിനകത്ത് ബന്ധിക്കപ്പെട്ടു പോയാൽ എന്നും തലകുനിച്ചിരിക്കാം. പക്ഷെ പിശാചിനോട് പറയണം, നീ എന്തൊക്കെ ചെയ്താലും എൻ്റെ വായടയില്ല. എൻ്റെ ദൈവം എനിക്ക് നന്മയെ ചെയ്തിട്ടുള്ളൂ. ഇന്ന് എനിക്ക് വന്നിരിക്കുന്ന തിന്മയെ പോലും പണ്ട് യോസേപ്പ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവം നാളെ നന്മയ്ക്കായി മാറ്റിക്കോളും. അങ്ങനെ അതിരുകടന്ന വിശ്വാസമുള്ള ദൈവമക്കൾ അവരിന്ന് പകരക്കാലം, ഈ 10ാമത്തെ ദിവസം, ഇന്ന് പകരക്കാലം പ്രാർത്ഥന വേണം, ഉപവാസം വേണം. ഞാനതിനെ അംഗീകരിക്കുന്നു, ഞാൻ ഉപവസിക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് പകലിൽ ദൈവം പറയുന്നു, നിന്റെ സങ്കടം മറന്ന് മഹത്വം കൊടുക്ക്. നിന്റെ പ്രാർത്ഥനാ വിഷയം മടക്കി വെച്ചിട്ട് മഹത്വം കൊടുക്ക്. നിന്റെ വേദന മറന്ന് മഹത്വം കൊടുക്ക്. ഇന്ന് എന്റെ കുഞ്ഞിനെ കുറിച്ച്, എന്റെ വേദനയെ കുറിച്ച് ദൈവദാസൻ എന്നെ തലേ കൈവച്ച് എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. വിശ്വസിച്ചുകൊണ്ട് അതീവ ശക്തിയോടെ സ്തോത്രം ചെയ്യുന്നെങ്കിൽ മാന്യമായി സ്തോത്രം ചെയ്യണം. കരമടിക്കുന്നെങ്കിൽ ശക്തിയോടെ കരമടിക്കണം. കൈ അടിക്കുന്നത് പോലെ അഭിനയിക്കരുത്, അത് നിങ്ങൾക്ക് നഷ്ടമായി വരും. അല്ലെങ്കിൽ അടങ്ങിയിരുന്നോ, നിങ്ങൾക്ക് മൗനമായിരിക്കാം, പക്ഷേ അഭിനയിക്കരുത്.
പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പറയുന്നു, നീ നിന്നെ തന്നെ എനിക്ക് തന്നാൽ, നീ നിന്നെ തന്നെ എനിക്ക് തന്നാൽ എൻ്റെ പുത്രനെ ഞാൻ നിനക്ക് തരാം, എൻ്റെ പുത്രനെ ഞാൻ നിനക്ക് തരാം. നിന്റെ 52-ാമത്തെ വയസ്സിൽ ജരാനരകൾ ബാധിച്ച് രോഗം പിടിച്ച് നിന്റെ ഭാവി കെട്ടപ്പെട്ട് നിന്റെ മുമ്പോട്ട് വഴിയില്ലാതെ വഴി അടഞ്ഞ നിന്റെ പഴയ ജീവിതം ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് കൊടുക്ക്. അപ്പോൾ അധികാരിയായ കോമളനായ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു നിൽക്കുന്ന ശോഭയുള്ള ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉളവാക്കാൻ അധികാരമുള്ള, അടങ്ങാൻ പറഞ്ഞാൽ തിരമാലകൾ പോലും അടങ്ങുന്ന എന്റെ പുത്രനെ ഞാൻ നിനക്ക് തരാം. എത്ര പേരത് കയ്യെത്തി പിടിക്കും? എത്ര പേരത് കയ്യെത്തി പിടിക്കും? അസാധാരണമായ ആത്മബലം എന്നെ ഭരിക്കുന്നു, എന്നെ ഭരിക്കുന്നു. ഞാൻ ഒരു സ്ഥലത്തു സ്വത്രഹൻ ഈ വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഈ വിധത്തിൽ മറ്റൊരു വേദിയിലും ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തിട്ടില്ല. അതിന് ദൈവം സാക്ഷി. ഈ ചർച്ചിനകത്ത് ദൈവം ഇത് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ കൊടുത്താൽ എന്റെ പുത്രനെ ഞാൻ നിനക്ക് സ്വന്തമായി തരാം, നിന്റെ ഉള്ളിൽ തരാം. നിന്റെ തല ഉയർത്താൻ, നിന്റെ ജീവിതം മാറ്റാൻ, നിന്നെ മാനിക്കാൻ, നിന്നെ അഭിമാനിയാക്കാൻ കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങളിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നു. നീ നീറിയിരിക്കുന്ന വിഷയം, നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം, ഇനി അതിന് ദൂതൊന്നുമില്ല, ഇനി അതിന് പ്രവചനമൊന്നുമില്ല. ഇത് കേട്ട് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഇതിനപ്പുറം അതിനെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. നീ നിന്റെ ഉള്ള ശക്തി അങ്ങോട്ട് കൊടുത്താൽ എന്റെ ഡൂനാമീസ് പവറിനെ ഞാൻ നിന്റെ അകത്തേക്ക് തരാം. ചുമ്മാ ഇരിക്കുന്നവർക്ക് അത് കിട്ടില്ല, വെറുതെ നടക്കുന്നവർക്ക് അത് കിട്ടില്ല, 100 കടലാസനകത്ത് എഴുതി വെച്ചിരിക്കുന്നവർക്ക് കിട്ടില്ല. നീ നിന്റെ ശക്തി അങ്ങോട്ട് കൊടുക്ക്. നീ നിനക്ക് പറ്റുന്നത് പോലെ അങ്ങോട്ട് മഹത്വം കൊടുക്ക്, അങ്ങോട്ട് നീ ദൈവത്തെ സ്തുതിക്ക്. അപ്പോൾ ഞാൻ പോകാൻ നേരത്ത് നിനക്ക് തന്നു വിടുന്നത് നിന്റെ ഓർഡിനറി ശക്തിയല്ല. ഒരു 42 വയസ്സുകാരന്റെ ആരോഗ്യത്തിന് പരിമിതിയുണ്ട്, എന്നാൽ നിന്റെ അകത്ത് ഞാൻ പകരാൻ പോകുന്ന ആ നിക്ഷേപമാകുന്ന അത്യന്ത ശക്തിക്ക് പരിമിതിയില്ല, പരിമിതിയില്ല. സൃഷ്ടിപ്പിന്റെ ആത്മാവിനെ, താങ്ങി നിർത്തുന്ന ആത്മാവിനെ, ഉടച്ചു കളയാൻ കരുത്തുള്ള ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തുവിനെ കല്ലറക്കകത്ത് കയറി അവനെ മരിച്ചവരുടെ അറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കരുത്തുള്ള ആ ശക്തിയെ നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ ജീവിതത്തിന് സ്വർഗം തരുമെന്ന് പറയുന്നത് വിശ്വസിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. വിശ്വാസത്തിന് പ്രകടമായ ഭാവം കാണും. സ്നേഹത്തിന് പ്രകടനമുണ്ട്, വിശ്വാസത്തിന് പ്രകടനമുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ, ഇരിപ്പിടം മറക്കുന്നവർ, താഴെ ഇരിക്കാൻ കഴിയാത്തവർ, കാലുകൾ തറയിൽ ഉറയ്ക്കാത്തവർ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളുടെ വിശ്വാസം പ്രകടമാകുകയാണ്, നിങ്ങളുടെ വിശ്വാസം വെളിപ്പെടുകയാണ്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ വിശ്വാസം കാണിച്ചു തരിക. വിശ്വസിക്കുന്നവർ ദൈവം പറയുന്നു, നീ എനിക്ക് മഹത്വം തന്നാൽ, ശൈലനിവാസികൾ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഞാനൊരു വീരനായി നിന്റെ നാട്ടിൽ എഴുന്നള്ളി വരും, നിന്റെ ജീവിതത്തിൽ എഴുന്നള്ളി വരും. വീരനായി, ഒരു യോദ്ധാവായി കാഞ്ഞിരംകുളത്തിറങ്ങി വരും ഞാൻ. എന്റെ ദൈവത്തെ നിന്റെ നാട്ടിൽ യുദ്ധവീരനായി ഇറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വത്രം പുത്തരിക്കണ്ട മൈതാനമെടുത്ത് സമരം ചെയ്താ പോരാ, നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം.
എങ്ങനെ മഹത്വം കൊടുക്കാമോ അങ്ങനെ കൊടുത്തു. ഇന്ന് ദൈവം നിനക്കെന്തോ തന്നു വിടുന്ന ദിവസമാണ്. ദൈവം നിനക്കെന്തോ തന്നു വിടുന്ന ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ കാഴ്ചക്കാരായിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. പക്ഷെ ഇരിപ്പിടം മറക്കട്ടെ, യേശുവിനെ ആരാധിക്കട്ടെ. പാറമേൽ നിർത്തിയ ദൈവത്തോട് നന്ദിയുണ്ടെങ്കിൽ അവരിന്ന് പകരക്കാലം കാലുകൾ തറയിൽ ഉറക്കാതെ വരട്ടെ. ദൈവാത്മാവ് ഇന്ന് പകരക്കാലം നിങ്ങളുടെ മേൽ ഭയങ്കര ദൈവകൃപ പകരട്ടെ. മറിയ പറഞ്ഞു, അടിയനിതാ, അടിയനിതാ, ഇതാ ഞാൻ നിന്റെ ദാസി. നിങ്ങൾ യെശയ്യാവിനോട് ചോദിച്ചു നോക്ക്, യെശയ്യാവിനോട് ചോദിച്ചു നോക്ക്, നിന്റെ ശുശ്രൂഷ മാറിയത് എങ്ങനാണ്, നിന്റെ ശുശ്രൂഷ മാറിയത് എങ്ങനാണ്. 6-ാമത്തെ അധ്യായത്തിനകത്ത് യെശയ്യാവ് പറയും, സ്തോത്രം, ഞാൻ ദൈവമഹത്വം കണ്ടു, ഞാൻ ദൂതന്മാരുടെ ആരാധന കണ്ടു. എല്ലാ ഞായറാഴ്ചയും ചെന്ന് കണ്ടിട്ട് പോരുമെന്നല്ല, ഒരു ദിവസം ഞാൻ ദൂതന്മാരുടെ ആരാധന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. Behold, ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അന്ന് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് കൊടുത്ത് അന്ന് എന്റെ ശുശ്രൂഷ മാറി. ഇന്ന് ഇതിനകത്ത് ഭയങ്കര 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 ദൈവ കൃപയുടെ വ്യാപാരം പരിശുദ്ധാത്മാവ് ഉളവാക്കട്ടെ. നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുത്താൽ ഇന്ന് ദൈവം നിനക്കൊരു കൃപാവരം തരും. നീ നിന്റെ ശക്തി കൊടുത്താൽ അവനവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തരും. നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുത്താൽ അവനവന്റെ പുത്രനെ നിനക്ക് തരും. ഇന്ന് പകൽക്കാലം ഞാനിത് പറയാൻ തുടങ്ങി വന്നതല്ല, ആത്മാവ് എന്നോട് പറയുന്നു, ഇന്നിവിടെ ചില കൈമാറ്റം നടക്കും, കൈമാറ്റം നടക്കും. നീ അങ്ങോട്ട് കൊടുക്കുന്നത് സ്വർഗം മേടിച്ചു വെച്ച് നിന്നെ പറ്റിക്കത്തില്ല, അവൻ ഇങ്ങോട്ട് തരും. ഓൺലൈനിൽ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ വീടുകളിൽ തനിച്ചായി പോയവരുണ്ടോ? അറേബ്യൻ മരുഭൂമിയിലോ സ്തോത്രം മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഇന്ത്യയുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലോ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലോ ഈ തിരുവനന്തപുരത്തിന്റെ പരിസരത്തോ ഈ സഭ ക്രമീകരിച്ച യോഗം ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടോ? നിങ്ങൾ ദൈവത്തിന് കൊടുക്ക, മനസ്സ് തുറന്ന് മഹത്വം കൊടുക്ക. പരിശുദ്ധനെ പരിശുദ്ധനെ വാതിലുകൾ തുറക്കുന്നു, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു. നീ നിന്റെ കൊച്ചു ഗ്രാമത്തിൽ നീ എന്നെ ഉയർത്താൻ മാനിച്ചെങ്കിൽ എന്നോട് ദൈവം പറയുന്നു, കർത്തൃദാസന്മാരെ, എസ്പെഷ്യലി സുനിൽ പാസ്റ്ററെ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നീ നിന്റെ നാട്ടിൽ എന്നെ ഉയർത്താൻ മടിവ കാണിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ വൻപന്മാരുടെ രാജ്യങ്ങളിൽ വാതിൽ തുറന്ന് തരാൻ പോകുകയാണ്, വാതിൽ തുറന്ന് തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജന്മനാട്ടിൽ എന്റെ സാക്ഷിയായ അന്യ രാജ്യത്ത് നിന്നെ അതിഥിയാക്കും. ഹല്ലേലൂയ. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. കാര്യം നടക്കും, ദൈവം അത് ചെയ്യും. സ്വർഗം പറയുന്നു, നീ അങ്ങോട്ട് കൊടുക്ക്. നീ നിന്റെ സാക്ഷ്യം പോലും പറയാതെ, വേദപുസ്തകം പോലും കയ്യിൽ പിടിച്ചോണ്ട് നടക്കാതെ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട, വ്യാമോഹിക്കണ്ട. നീ നിന്റെ നാട്ടിൽ സാക്ഷിയായാൽ എന്റെ ദൈവം ഉന്നതന്മാരുടെ ഇടയിൽ നിന്നെ അതിഥിയായി കൊണ്ടുപോകുമെന്ന് ദൈവാത്മാവ് വാക്കും ഭാഷണത്തിനപ്പുറം ആത്മാവിൽ ഉറപ്പിക്കുന്നു. സ്വർഗം അത് ചെയ്തോണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് അത് ചെയ്തോണ്ടിരിക്കുക. അവന് മഹത്വം കൊടുക്കുന്ന സഭയാണോ? അവന് മഹത്വം കൊടുക്കുന്ന ജീവിതമാണോ? അവന് മഹത്വം കൊടുക്കുന്ന കുടുംബമാണോ? തന്നെത്താൻ പുകഴുന്ന ദൈവദാസൻ അല്ല നമ്മൾ. എല്ലാം ദൈവത്തിന് കൊടുത്തവനാണോ നിനക്ക് കിട്ടാൻ പോകുന്നത്?
ഇവിടുത്തെ ബ്ലേഡ് കമ്പനിക്കാരുടെ പലിശയല്ല എൻ്റെ കർത്താവിൻ്റെത്. ഹല്ലേലൂയ. ഇവിടുത്തെ ഏതെങ്കിലും നാഷണലൈസ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല. എൻ്റെ കർത്താവ് പറയുന്നു, നീ നിന്നെ ആ പഴയ മനുഷ്യനെ പരീക്ഷയ്ക്ക് തോറ്റ 10ാം ക്ലാസ് തികച്ച് പഠിക്കാൻ പറ്റാതെ പോയ, അയ്യോ ഞാൻ എൻ്റെ കാര്യം പറയാം, ആ എന്നെ ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്തപ്പോൾ എനിക്ക് അവൻ കൃപ തന്നു, കൃപാവരം തന്നു, തൻ്റെ പുത്രനെ തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, വരങ്ങൾ തന്നു, അഭിമാനം തന്നു, അവസരം തന്നു, വിസ തന്നു, സഭ തന്നു, സ്നേഹിക്കുന്നവരെ തന്നു. എണ്ണിയാൽ തീരില്ല, എണ്ണിയാൽ തീരില്ല. പൊട്ടനായ, പഴഞ്ചനായ, പാരമ്പര്യവാദിയായ, ഒന്നിനും കൊള്ളാത്ത എന്നെ ഞാൻ അവന് കൊടുത്തപ്പോൾ, ആക്രിക്കാർക്ക് കൊള്ളാവുന്ന എന്നെ അവന് കൊടുത്തപ്പോൾ, അവൻ എനിക്ക് തന്നത് പറഞ്ഞാൽ തീരില്ല. ദൈവമക്കളെ, പറഞ്ഞാൽ തീരില്ല. അതിന്നിവിടെ നടക്കുക, അതിന്നിവിടെ നടക്കുക, അതിന്നിവിടെ നടക്കുക. അധൂരഭാഷന്ധനെ എനിക്ക് പ്രസംഗിക്കണമെന്നില്ല. അതുപോലെ ദൈവം എൻ്റെ ഉള്ളിനെ ഇളക്കുന്നു, എൻ്റെ ഹൃദയത്തെ ഇളക്കുന്നു. നിങ്ങൾക്കത് ഭാഗ്യമുണ്ടാകണം, നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാകണം. നിങ്ങൾ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, നിങ്ങളെ ഒതുക്കാൻ ആഭിചാരം ചെയ്ത സ്ഥലത്ത്, നിങ്ങൾക്കെതിരെ ശുദ്ധരം ചെയ്ത സ്ഥലത്ത് നീ ഒന്നും നോക്കരുത്. നിനക്കെതിരെ ചെയ്തത് ആരാ? ഇതൊന്നും തപ്പി നടക്കരുത്. അത് നമ്മുടെ പണിയല്ല. നീ കഷ്ടങ്ങളുടെ നടുവിൽ, നീ വേദനയുടെ നടുവിൽ നിന്നെ വിളിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തോ, ബാക്കി ദൈവം നോക്കിക്കോളും. സമയം കളയുന്നു ആരും വിചാരിക്കരുത്. കൈമാറ്റത്തിന്റെ സമയമാണിത്. നീ പേടിക്കരുത്, ലജ്ജിക്കരുത്. നിന്റെ പുറം മൂടിയെല്ലാം പൊളിച്ചു കള. ഞാൻ ദൈവത്തിന്റെ പുത്രിയാണ്, പുത്രനാണെന്ന് പറഞ്ഞിറങ്ങ്. ഇനി എന്നെ ആരും പിടിക്കാൻ നോക്കണ്ടെന്ന് പറ. ഇനി എന്നെ ആരും പുറകോട്ട് വലിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. നീ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോരെ, ബാക്കി ദൈവം ചെയ്യും. ഹല്ലേലൂയ. കൃപയെ കൃപയെ കൃപോദൂരമധീരിവി ശിവാലരബതോരിയംദേ സംദരബൗഡ രംദനരഗദ പൗഡലജാര. ഹല്ലേലൂയ. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ ഒന്നോടെ സ്തോത്രം ചെയ്താൽ ദൈവത്തിന് മഹത്വം കൊടുത്താലുള്ള ഗുണം. സ്തോത്രം. അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന ക്ലോക്ക് റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്, കണ്ടിട്ടുണ്ടോ? ക്ലോക്ക് ഇരിക്കുന്ന റൂം എന്നല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഇതിന് ട്രെയിൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ വേണമെങ്കിൽ അതിനകത്ത് നിൻ്റെ ലഗേജ് വെച്ച് സ്തോത്രം പൂട്ടാം. അവിടുത്തെ പ്രത്യേകത, നീ അങ്ങോട്ട് സ്തോത്രം ഒരു ബിഗ് ഷോപ്പറിനകത്ത് കുറേ പടിനുണി കൊണ്ടുവച്ചിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ആരാണ്ടും കൊണ്ടുവച്ചിരിക്കുന്ന എക്കോലാക്കിൻ്റെ പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റിയല്ല. നീ കൊണ്ടുവച്ച ബിഗ് ഷോപ്പർ തന്നെ കൊണ്ടുപോയിക്കൊള്ളണം. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് 21 ദിവസം ഉപവാസത്തിൽ വയറൊട്ടി ശ്വാസം മുട്ടി ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ദൈവശക്തി വ്യാപരിക്കുന്ന മണ്ഡലത്തിൽ ശരീരം മറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താൽ നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ ബിഗ് ഷോപ്പറിലെ പഴുന്തുണി അല്ലാതെ അന്ന് വിടുന്നേ. നിന്റെ ബലഹീനത അറിഞ്ഞ് അവൻ്റെ ശക്തി തന്നു വിടും. ഇന്ന് ഇതിനകത്ത് ഭയങ്കര രോഗസൗഖ്യം നടക്കും. ശരീരങ്ങൾ സൗഖ്യമാകും. മനസ്സ് തുറന്ന് ഇനി അതിന് മുമ്പോട്ട് വരുവും പ്രാർത്ഥിക്കുക, എന്നൊന്നും വേണ്ട. ഇത് കേട്ടങ്ങ് വിശ്വസിച്ച് ചെയ്താൽ സ്വർഗം ഇന്ന് ഭയങ്കര വിടുതൽ ചെയ്യും. സൗഖ്യം ഇതിനകത്തുണ്ടാകും. എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. കർത്താവിന് പ്രവർത്തിക്കാനാ ഇഷ്ടം. പറയുന്നത് അനുസരിക്കുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കാനാ ഇഷ്ടം. കർത്താവ് അത് ചെയ്യുന്ന ദിവസമാണെന്ന് ഞാൻ 3 വാക്ക് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ശ്രോത്രം, ഇനി വരുമ്പോൾ അത് പറയാൻ പറ്റിയല്ലോ. കാരണം അന്നേരം നിങ്ങൾ പറയും ഇന്നാൾ വന്നപ്പോൾ പറഞ്ഞാലെന്ന് ചോദിക്കും. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ കുറിവാക്യം വായിക്കാം. 3 കാര്യം. ഒന്നും ചെയ്തില്ല,
പാറയിൽ പാർക്കുന്ന ആളുകൾ മലയുടെ മുകളിൽ കയറി നിന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ യഹോവ ഒരു വീരനെ പോലെ, അല്ലേ, വീരനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ. ദൈവത്തെ വാസ്തവത്തിൽ വേദപുസ്തകം രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. രാജാക്കന്മാരെ വാഴിക്കുന്ന രാജാവ്. പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് മഹത്വം കൊടുത്താൽ രാജാവ് യോദ്ധാവായി മാറും, യുദ്ധം ചെയ്യുന്നവനായി മാറും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മഹത്വം കൊടുത്താൽ അവൻ യുദ്ധം ചെയ്തോളും. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണ്ട. ചുമ്മാ ഇരുന്നാൽ കിട്ടിയല്ല. യോഗത്തിന് വന്നിട്ട് ഒരു സ്വോത്രം പോലും പറയാതിരുന്നാൽ പറ്റിയല്ല. ഉപദേശിമാരെ മുഴുവൻ കുറ്റം പറഞ്ഞ കഥ നടക്കുകയല്ല. വന്നാൽ മഹത്വം കൊടുത്തോളണം. ദൈവം ഈ പാറയെ കയറിയാൽ മഹത്വം കൊടുത്തോളണം. മഹത്വം കൊടുത്താൽ ബാക്കി ദൈവം ചെയ്യും. മറ്റേ വാക്ക് കുറേം കൂടി ഗംഭീരമാണ്. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ. ഇങ്ങനെയല്ലേ വായിച്ചത്? ഹോവ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ. നോവ് കിട്ടിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ലേഡി. സ്തോത്രം. ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട സമയമാകുകയാണ്. പ്രസവ സമയം അടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് നോവ് കിട്ടി, പ്രസവ വേദന. നോവ് കിട്ടിയ എന്താ പ്രത്യേകത എന്നറിയാമോ? പ്രസവിച്ച അമ്മമാർക്കറിയാം. പ്രസവ വേദന വന്നാൽ പിന്നെ പ്രസവിച്ചെങ്കിലേ ആ വേദന മാറുള്ളൂ. ടൈഗർ ബാം പെരട്ടിയെ മാറുമോ എനിക്കറിയില്ല. നിങ്ങളെന്നെ തുറച്ചു നോക്കുന്നു. ഞാൻ പ്രസവിച്ചിട്ടില്ല. സ്തോത്രം. പ്രസവിച്ചവർക്കറിയാം. അച്ചായന് നെഞ്ചുവേദനയും കാലുവേദന വന്ന പോലെയാണോ അമ്മാമ്മയ്ക്ക് പ്രസവ വേദന വന്നേ? അല്ല. കാലുവേദന വന്നാൽ ചില ടർപ്പം തൈലം എടുത്ത് തൂത്താൽ ചിലപ്പോൾ മാറും. പക്ഷെ പ്രസവ വേദന വന്നാൽ തൈലം പുരട്ടിയാൽ പോവുകയല്ല. പിന്നെ പ്രസവിച്ചെങ്കിലേ വേദന മാറുള്ളൂ. അതാ പ്രസവ വേദനയുടെ പ്രത്യേകത. പല വേദനയും വന്നു നമ്മൾ തഴുകി തലോടി വിട്ടു. പക്ഷെ പ്രസവ വേദന വന്നാൽ ഡെലിവറി നടക്കും. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രവചനമാണ്. പ്രവചനമായി വ്യാഖ്യാനിച്ച് പഠിക്കണം. അല്ല പ്രസവ വേദന വന്നെന്ന് പറഞ്ഞാൽ നമ്മളതിന് ആമീൻ പറയാൻ തോന്നിയല്ല. പക്ഷെ എൻ്റെ അർത്ഥം ഇതാണ്. എനിക്ക് നോവ് കിട്ടിയ സ്ത്രീയെ പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസവിച്ചേ പറ്റൂ. അത് എത്രയോ പേര് ഓട്ടോറിക്ഷയെ പ്രസവിച്ചവരുണ്ട്. സ്തോത്രം. വിമാനത്തിൽ പ്രസവിച്ചവരുണ്ടോ എന്നറിയല്ല. കാളവണ്ടി പ്രസവിച്ചവരുണ്ട്, മരച്ചോട്ടി പ്രസവിച്ചവരുണ്ട്, ആശുപത്രി പ്രസവിച്ചവരുണ്ട്, വീട്ടിൽ പ്രസവിച്ചു. കാരണം എന്താ? വണ്ടി വിളിക്കാനൊന്നും നേരം കിട്ടിയാൽ. അന്നേരം അഭിമാനമൊന്നുമല്ല വിഷയം, അല്ലേ? ട്രെയിനിൽ പ്രസവിച്ച കഥ എത്ര എണ്ണം കേട്ടിട്ടുണ്ട്. കാരണം വേദന വന്നാൽ പിന്നെ കൈവച്ചിട്ട് വീട്ടിൽ ചെല്ലുന്നവരെ നിൽക്കണേ. ബാത്റൂമിൽ പോകാൻ തോന്നി എത്ര പ്രാവശ്യം കൈവച്ച് നമ്മൾ വീട് വരെ എത്തിയിട്ടുണ്ട്. അയ്യോ അത് ചീത്തയായിപ്പോയോ. സ്തോത്രം. പച്ചയ്ക്കുള്ള കാര്യം പറയും, എത്ര പ്രാവശ്യം. പക്ഷെ പ്രസവ വേദന വന്നാൽ അടുത്ത സ്റ്റേഷൻ വരെ വരും പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. ദൈവം പറയുന്നു, എൻ്റെ ജനം എനിക്ക് മഹത്വം തരാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയല്ല. എനിക്കപ്പൊരു നോവ് തുടങ്ങും. ചിരേരം കഴിയുമ്പോൾ മാറും. പിന്നെ അടുത്ത ഉപവാസത്തിൽ പിന്നെ നോവ് വരും. അങ്ങനെയല്ല. ഈ ഉപവാസത്തിൻ്റെ 10-ാം ദിവസം ദൈവം പറയുന്നു, എനിക്ക് നോവ് വരുന്നു. കാഞ്ഞിരംകുളത്തെ റാഫ ചർച്ചിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എനിക്ക് നോവ് വരുന്നു പാസ്റ്ററേ. ഈ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് ഭയങ്കര പെയിൻ. അത് ലേബർ പെയിൻ. ചില വിഷയങ്ങൾ ഡെലിവറി ആകും. നീ എഴുതി വെച്ചിരിക്കുന്ന വിഷയം, നിന്റെ ഭാരമുള്ള ചുമട്, നീ എടുത്തു ചാടിയിരിക്കുന്ന വിഷയം, നീ കൈകൊടുത്ത വിഷയം, നിനക്ക് ചുമക്കാൻ കഴിയാത്ത വിഷയം, അതിന്റെ വേദന നീ അല്ല ഞാനാണ് പേറുന്നത് എന്ന് ദൈവം അതിൽ വ്യാഖ്യാനിക്കുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ട് എൻ്റെ ദൈവമക്കളെ? അസാധാരണമായി എനിക്ക് സ്തോത്രം. ഞാൻ എല്ലാ ദിവസവും 2-3 ചെറുതും വലിയ പ്രസംഗങ്ങളിൽ വചനം പറയുന്നവനും വചനം വ്യാഖ്യാനിക്കുന്നവനുമാണ്. പക്ഷേ ഈ ഭാഗങ്ങളുടെ വ്യാഖ്യാനം എന്നെ അമ്പരപ്പിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം, നീ കരയാൻ തുടങ്ങിയപ്പോൾ ഞാനും കൂടെ കരഞ്ഞെന്നല്ല, നീ
സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും കൂടെ സ്തുതിച്ചെന്നല്ല, എൻ്റെ സഭ എനിക്ക് മഹത്വം തരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേദന പിടിച്ചു, എനിക്ക് നോവ് കിട്ടി, എനിക്ക് പ്രസവിച്ചേ പറ്റൂ. എന്താ പ്രസവിക്കുന്നത്? നീ എന്താണോ ദൈവത്തോട് ചോദിച്ചത്, നീ എന്താണോ ദൈവസന്നിധിയിൽ ആവശ്യപ്പെട്ടത്, നിന്റെ ആവശ്യം, നിന്റെ ഭാരം, നിന്റെ അടുത്ത ലെവലിലേക്കുള്ള ഉയർച്ച, അത് എനിക്ക് ഇവിടെ പ്രസവിച്ചേ പറ്റൂ. Tiradaba Shandala Rikana Raushana Astane Riyatala Ravachasi Anagachasi 2024 ഏപ്രിൽ മാസത്തിൽ സഭ ദൈവത്തിന് മുമ്പിൽ കൂടി വരാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു നോവ് കിട്ടിയ സ്ത്രീയെ പോലെയായി. ഹല്ലേലൂയ. ആ വേദന ശമിക്കില്ല, ഇതൊരു പ്രസവത്തിലെ തീരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊരു വലിയ വിടുതലിലെ തീരത്തുള്ളൂ, ഇതൊരു വലിയ മഹത്വത്തിലെ തീരത്തുള്ളൂ, ഇത് ദേശത്ത് വലിയ ചർച്ചാ വിഷയമായ തീരത്തുള്ളൂ. ഇത് നിന്റെ അഡ്രസ്സോ പരിശുദ്ധാത്മാവേ, ഇത് നിന്റെ അഡ്രസ് മാറ്റിയ തീരത്തുള്ളൂ. കർത്താവിന്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, അങ്ങെന്താണ് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധ ദൈവമേ, കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ വ്യക്തമായി പറഞ്ഞ് അല്പസമയം വചനം പ്രസംഗിക്കാം. സ്തോത്രം. സ്വർഗം നിങ്ങളോട് പറയുന്നു, പാസ്റ്ററോട് പറയുന്നു, നീ ഗർഭം ധരിക്കണ്ട, നീ മഹത്വം കൊടുത്താൽ മതി, പെയിനെല്ലാം ഞാൻ എടുത്തോളാം. താങ്ക് യു ജീസസ്. അങ്ങനെ പറയാനൊരു ദൈവമുള്ളത് എന്നെ സംബന്ധിച്ച്, നിങ്ങളിൽ ചിലരെ സംബന്ധിച്ച് എത്ര ശ്രേഷ്ഠമാണ്. സ്തോത്രം. മോൻ മാറിയിരുന്ന് സ്തോത്രം ചെയ്തു, പപ്പ പെയിനെല്ലാം എടുത്തോളാം എന്ന് പറയാൻ ഇന്ന് 10-ാം തീയതി ദൈവം നിങ്ങളുടെ നടുവിൽ വന്നിരിക്കണം. നിന്നെ ഇനി വേദനപ്പെടുത്തിയല്ല, നിന്നെ ഇനി ഭാരം ചുമപ്പിക്കുകയല്ല, നിന്റെ തോളിൽ ഇനി കുരിശ് വെച്ച് തരികയല്ല, ഞാൻ പ്രസവിച്ചോളാം. കർത്താവിൻ്റെ വ്യക്തമായ ദൂത് ഞാൻ തിരിച്ചറിയുന്നു. സ്വർഗം നിങ്ങളോടോ സഭയോടോ കർത്തൃദാസന്മാര് ചിലരോടോ വ്യക്തമായി പറയുന്നു, നിന്നെ വിളിച്ചത് ഭാരം ചുമക്കാനല്ല, നിന്റെ ഭാരമൊക്കെ എൻ്റെ മേലിട്ടോടാനല്ലേ പറഞ്ഞത്. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം പാത്രം കഴുകാൻ വിളിച്ചവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അടുക്കളപ്പണിക്ക് വിളിച്ചവരെ വിളിച്ചതുപോലല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ച പറഞ്ഞു, നിന്റെ ഭാരമല്ല എൻ്റെ മേലിട്ടോ, എന്നിട്ട് നീ എനിക്ക് മഹത്വം തന്നാൽ മതി, എന്നെ നാണം കെടുത്താതിരുന്നാൽ മതി, എൻ്റെ മുഖത്ത് കരിവാരി തേക്കാതിരുന്നാൽ മതി, എന്നെ അപമാനിക്കാതിരുന്നാൽ മതി, എൻ്റെ മഹത്വമായി നിന്നാൽ മതി, ഭാരമൊക്കെ പ്രസവമൊക്കെ ഞാൻ നടത്തിക്കോളാം. സ്തോത്രം. ലേബർ പെയിൻ അല്ല, അതല്ലേ ആ വ്യാഖ്യാനം, അതല്ലേ എനിക്ക് നോവ് കിട്ടിയ സ്ത്രീയെ പോലെ. ജീസസ്. കർത്താവ് വ്യക്തമായി, പാസ്റ്ററെ സ്തോത്രം, ഇന്നത്തെ ദിവസം ദൈവം എൻ്റെ കൈവിട്ട് നിൽക്കുക. ഞാൻ ആത്മാവിൽ പറയുന്നു, നമ്മുടെ സ്നേഹിതരാ പല കാര്യങ്ങളും മനസ്സ് തുറന്ന് പങ്കുവെക്കാറുണ്ട്, പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദൈവം എന്നോട് പറയുന്നു, ഞാനൊന്നും ഒരു തിരക്കഥ തയ്യാറാക്കൊണ്ട് വന്നതല്ല. പക്ഷെ കർത്താവ് പറയുന്നു, ഇനി നിങ്ങളൊത്തിരി സഹിച്ച മനുഷ്യനാണ്, നിങ്ങളൊത്തിരി ചുമന്ന മനുഷ്യനാണ്, നിങ്ങളൊത്തിരി ഇത്രയും ഇത് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കൊടുക്കേണ്ട സമയം, നിങ്ങളുടെ നന്മകളെല്ലാം നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത മനുഷ്യനാണ്. അപ്പം ദൈവം പറയുന്നു, ഇനി ഞാൻ നിന്നെ കൊണ്ട് പ്രസവിപ്പിക്കത്തില്ല, ആ വേദന ഞാൻ എടുത്തോളാം. നീ ഈ അടുത്ത സ്റ്റെപ്പ്, നീ ഒരു പെയിനും അറിയില്ല, നിന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നത് പോലെ സഭ ഇത് സ്വീകരിക്കുക.
ഹല്ലേലൂയ.